എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. വാദി കെൽറ്റ് ജെറുസലേമിൽ നിന്ന് ചാവുകടലിലേക്ക് പോകുമ്പോൾ പകുതി ദൂരം ചെന്നാൽ ഏകദേശം 28 കിലോമീറ്ററിൽ മാലെ അദുമീം, ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്ന യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രങ്ങൾക്ക് നടുവിലുള്ള അദുമീൻ കയറ്റം എന്ന് പറഞ്ഞാൽ പാറകൾ ചുവന്ന കളറാണ്. പാരമ്പര്യം പറയുക ഇവിടെയാണ് ജെറുസലേമിൽ നിന്ന് ഒളിച്ചോടിപ്പോയ സെദക്കിയായെ ബാബിലോൺകാർ പിടിക്കുന്നത്. അവിടെ നിന്ന് സ്വല്പം മുന്നോട്ട് പോയാൽ പഴയ ഖാൻ നല്ല സമരിയാക്കാരനെ ഓർക്കുന്ന ആ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുതുക്കി വെച്ചിട്ടുണ്ട്. അടുത്ത തിരിവിൽ നിന്ന് ഇടത്തോട്ട് ജെറീക്കോയിലേക്കുള്ള റോമൻ വഴി, നേരെ ഹൈവേ പോകുന്നു. ഇടത്തോട്ട് ഇറങ്ങിയാൽ റോമൻ വഴിയിലൂടെ താഴോട്ട് പോകാം. ഒരല്പം മുന്നോട്ട് പോയാൽ നമ്മളെത്തും വാദി കെൽറ്റിൽ. അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലെയുള്ള ഗ്രാൻഡ് കെനിയൻ, മരുഭൂമിയുടെ നടുവിൽ പാറക്കെട്ടുകൾക്കിടയിൽ വലിയൊരു ചാല്. ഐൻ ഫാവ, ഐൻ ഫാറ, ഐൻ കെൽറ്റ്, ഈ 3 ഉറവകൾ കൂടി ഒരു ഒഴുക്കാകുന്നു. അവിടെ നിന്ന് റോമാക്കാര് അക്വഡക്റ്റ്, വെള്ളത്തിന്റെ ചാല് ഉണ്ടാക്കി ജെറീക്കോ പട്ടണത്തിലേക്ക് വെള്ളം കൊണ്ടുപോയിരുന്ന ഇടം. അതിന്റെ നടുക്ക് അപ്പുറത്തെ സൈഡില് പാറകളുടെ നടുക്കായി മനോഹരമായിട്ടുള്ളൊരു ആശ്രമം കാണാം. ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടേതാണ്, 1878 പണിതത്. ഇതിൻ്റെ ഉള്ളിൽ 420കളില് 5 സിറിയക്കാര് സന്യാസികൾ വന്ന് പണിതതാണ് ഇതിന്റെ തുടക്കം. പിന്നീട് ഈജിപ്തിലെ തേബസിൽ നിന്നുള്ള വിശുദ്ധ ജോൺ ഇവിടെ വന്ന് താമസമാക്കുന്നു. അദ്ദേഹത്തെ ചേസരിയിലെ ബിഷപ്പാക്കുന്നു. പുള്ളി അത് ഉപേക്ഷിച്ച് വീണ്ടും ഈ ആശ്രമത്തിൽ വന്ന് കഴിയുന്നു. 520 പുള്ളി മരിക്കുന്നു. തുടർന്ന് പുള്ളിയുടെ ശിഷ്യൻ വിശുദ്ധ ജോർജ് ഓഫ് കൊസീബ, പുള്ളിക്കാരനും ഇവിടെ ജീവിച്ചു മരിക്കുന്നു 620കളില്. ഈ ആശ്രമം ഇപ്പോൾ പുതുക്കി പണിതിരിക്കുന്നത്, നമ്മൾ അതിൻ്റെ അകത്തേക്ക് കടന്നാൽ ഏറ്റവും മുകളിൽ ഒരു ഗുഹയാണ്, ഏലിയായുടെ ഗുഹ. ആ ഗുഹയിരിക്കുന്നിടം ഒരു കപ്പേളയാക്കി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ തൊട്ട് താഴെ വിശുദ്ധ ജോൺ, വിശുദ്ധ ജോർജ് കൊസീബമാരുടെ പള്ളി, പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചിട്ടുള്ള പള്ളി. അവിടെ ഈ 5 സിറിയൻസിൻ്റെയും കബറിടങ്ങളുണ്ട്, തിരുശേഷിപ്പുകളുണ്ട്. 19-20 നൂറ്റാണ്ടുകളിലെ ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ ഐക്കണുകളുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഏലിയായുടെ ഗുഹ എന്ന് പറയുന്നത്, ഏലിയ കെരീത്ത് തോടിൻ്റെ അരികെ താമസിച്ചിരുന്നപ്പോൾ കാക്ക അപ്പം കൊടുത്തു എന്ന് പറയുന്ന ഒരു കഥ നമുക്ക് ഓർമ്മയുണ്ട്. അത് പക്ഷെ ജോർദാന്റെ മറുകരയിലാണ്. അതൊരു കാലത്ത് ഇവിടെ ഓർത്തിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം, പരിശുദ്ധ അമ്മയുടെ പിതാവ് ജോയാക്കീം തൻ്റെ ഭാര്യ അന്നപുണ്യവതി വന്ധിയാണെന്നറിഞ്ഞതിൻ്റെ വേദനയുമായി ആടുമേയ്ക്കാൻ വരുമ്പോൾ ഈ ജൂദയ മരുഭൂമിയിലെ ഈ ഗുഹയിൽ 40 ദിവസം തപസ്സിരുന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെ തപസ്സിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ ജനിക്കുന്ന മംഗളവാർത്ത പുള്ളിയെ അറിയിക്കുന്നു. ഉടനെ ജോയാക്കീം ആടുകളുമായി തിരിച്ചു ജെറുസലേമിലേക്ക് പോകുന്നു. അവർക്ക് പരിശുദ്ധ അമ്മ ജനിക്കുന്നു. ഈ ഒരു ആശ്രമം നമ്മെ ഓർമ്മപ്പെടുത്തുക, വിളി കേൾക്കുന്നവനാണ് ദൈവം. ഏതു ഗുഹാമുഖത്തും നമ്മുടെ സങ്കടങ്ങൾക്ക് കാതോർക്കുന്നവനാണ് ദൈവം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് നടന്നിരിക്കും. ക്രിസ്തുമസ് അതിലേക്കുള്ളൊരു വിളിയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴും.